അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിത്യജീവിതത്തിൽ എല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന, വളരെ ആവശ്യമായി വരുന്ന രണ്ട് ദിക്റുകൾ പറയാം. വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. മറ്റുള്ളവരുടെ പുച്ഛവും അവഗണനയും നിന്ദയും ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. സമൂഹത്തിൽ എവിടെയായിരുന്നാലും അന്തസ്സും അഭിമാനവും കൈമുതലാക്കി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കൂടെ മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കുന്നവരുമാണ്. ആത്മാർത്ഥതയോടെ, ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും ഇഷ്ടവും കിട്ടലോടുകൂടെ ജനങ്ങളുടെ പ്രശംസയും അവർക്ക് വന്നുകൊണ്ടിരിക്കും. പ്രശംസ കിട്ടാൻ മാത്രം നമ്മൾ പ്രവർത്തിക്കരുത്, അത് നല്ല പ്രവണതയല്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ സുഗ്രഹമായ പ്രശംസ ലഭിക്കാൻ ഒരു ദിക്ർ പറയാം. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ ഹമീദു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്. സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മ ആരെങ്കിലും ധാരാളം പ്രാവശ്യം പതിവാക്കി വന്നാൽ അവന്റെ എല്ലാ കാര്യങ്ങളും പ്രശംസിക്കപ്പെടുകയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. കൂടെ എല്ലാവരുടെയും അടുക്കൽ ആദരിക്കപ്പെടുന്നവനുമായി തീരും. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ദിക്ർ പറയാം. സമൂഹത്തിൽ വ്യക്തികൾക്ക് നിലയും വിലയും ഉണ്ടാകണം. വാക്കുകൾക്ക് സ്വാധീനം കിട്ടണം. ചിലർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവഗണിക്കുകയും അത് തള്ളിക്കളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മഹത്തായ ഒരു നാമത്തിൽ പെട്ടതാണ് യാ ഹക്കമു യാ അല്ലാഹ് എന്നത്. യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, വിധികർത്താവ് എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ ഒരു നാമം വർദ്ധിപ്പിച്ചാൽ അവന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ടാകുമെന്ന് മഹാനായ ഇമാം പൂനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഭരണകർത്താക്കളായ ആളുകൾ ഈ ഇസ്മ വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഈ രണ്ട് ഇസ്മുകൾ ധാരാളം എല്ലാവരും ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, തങ്ങൾ ഉസ്താദിന്റെ വീട് പണിക്ക് ഇനിയും സഹായിക്കാൻ ഉള്ളവർ സഹായിക്കുക. സഹായിച്ചവർക്കെല്ലാം അർഹമായ പ്രതിഫലം റബ്ബ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.